തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന തൊളിക്കോട് ഗ്രാമം. തൊളിക്കോട് വില്ലേജ് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന പ്രകൃതി രമണീയമായ പഞ്ചായത്താണ് തൊളിക്കോട്. വടക്ക് ഭാഗത്ത് വിതുരയും കിഴക്ക് ഭാഗത്ത് ആര്യനാടും, തെക്കു ഭാഗത്ത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും, പടിഞ്ഞാറ് ഭാഗത്ത് നന്ദിയോടും അതിരുകൾ വേർതിരിക്കുന്ന ഈ സുന്ദര ഭൂമികയിൽ 16 വാർഡുകൾ ഉൾപ്പെടുന്നു. പാടശേഖരങ്ങൾ, കുന്നുകൾ, പിന്നെ സമതലങ്ങൾ, ഇങ്ങനെ ഒരു ഛായാചിത്രം പോലെ മനോഹരമായ തൊളിക്കോടിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ സജീവ ജൈവ പച്ചക്കറി വ്യാപനം മുഖേന തരിശുഭൂമികൾ കാർഷിക കർമ്മസേനയുടെ പിന്തുണയാൽ കൃഷിയോഗ്യമായിക്കൊണ്ടിരിക്കുന്നു. ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ തൊളിക്കോടിനെ കാത്തു സൂക്ഷിക്കുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്നു. പ്രിയപ്പെട്ടവരെ, തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് എല്ലാ തരത്തിലുമുള്ള ജനവിഭാഗങ്ങളെ ഏകോദര സഹോദരങ്ങളെപ്പോലെ പോകുന്ന ഗ്രാമപഞ്ചായത്താണ്. വികസന പദ്ധതികളെ സംബന്ധിച്ച് കഴിഞ്ഞ 2020 മുതൽ 2025 വരെ കൊറോണയ്ക്ക് ശേഷമുള്ള വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ചിട്ടയായി നടപ്പിലാക്കുന്നതിന് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 2 ആശുപത്രികളാണുള്ളത്. അത് രണ്ടും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിക്കൊണ്ട് 6 മണി വരെ OP പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സബ് സെൻ്ററുകളുടെ 2 നിർമ്മാണം നടക്കുന്നു. 2 അത്യാധുനിക രീതിയിൽ നവീകരണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് രോഗികൾക്കുള്ള എല്ലാ തരത്തിലുള്ള സാന്ത്വന ചികിത്സയും അതേ അർത്ഥത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെ ബഹുജനങ്ങളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശാപ്രവർത്തകരുടെ പ്രവർത്തനം തുടങ്ങി ഡോക്ടർമാരുടെ സേവനം വരുന്ന ഒരു കണ്ണിയായി നമുക്ക് ആരോഗ്യ മേഖലയെ ഏറ്റവും സമഗ്രമായി നാടിന് അഭിമാനമായി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും സർക്കാർ സ്കൂളുകളെ നന്നായി കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നിലവിലുള്ള MLA അഡ്വക്കേറ്റ് G. സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ സഹായം ലഭ്യമാക്കിക്കൊണ്ട് എല്ലാ സ്കൂളുകളുടെയും ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രഭാത ഭക്ഷണം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായി വാത്സല്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നന്നായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സമ്പൂർണമായി വീടില്ലാത്ത മുഴുവൻ പേർക്കും വീടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബാക്കിയുള്ള വീടുകൾ കൂടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർത്തീകരിച്ച് സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയും. ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വിവിധ ആവശ്യങ്ങൾക്കായി 1.5 ഏക്കർ സ്ഥലം നമ്മൾ സംഭാവനയിലൂടെയും അതുപോലെ വില കൊടുത്തും വാങ്ങിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഓഫീസ് സംവിധാനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് തന്നെ ISO സർട്ടിഫിക്കേഷൻ നിലവാരത്തിലേക്ക് ആ ഓഫീസിനെ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടി ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വനിതാ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വനിതകൾക്ക് സ്വയം സംരംഭകരാക്കി വരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിന് കുടുംബശ്രീയിലൂടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2 വാട്ടർ ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1 ബൂസ്റ്റർ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2 വാട്ടർ ടാങ്കുകളുടെ പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുള്ള മുഴുവൻ പ്രദേശത്തും ഡോർ ടു ഡോർ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയും. എല്ലാ അംഗനവാടികളും മികച്ച അംഗനവാടികളായി അന്താരാഷ്ട്ര സൗകര്യങ്ങളുള്ള നിലയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചില അംഗനവാടികൾ AC ഹാളാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള അംഗനവാടികളും AC സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തുക വകയിരുത്തി മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ ഏറ്റവും സുസജ്ജമായ രീതിയിൽ അംഗനവാടികളും ബാലവാടികളും മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി ഉൽപാദനം കൂട്ടുക എന്നുള്ള ലക്ഷ്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അത്യുൽപാദന ശേഷിയുള്ള 15,000 വിയറ്റ്നാം ഏർലി പ്ലാവിൻ തൈകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ വനിതകളുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യക്തിശുചിത്വവുമായി ബന്ധപ്പെട്ട് 2 ഘട്ടങ്ങളിലായി അപേക്ഷ വെച്ച മുഴുവൻ കുട്ടികൾക്കും മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടി 1000-ലധികം അത്യുൽപാദന ശേഷിയുള്ള ജാതി തൈകൾ വിതരണത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വാട്ടർ ടാങ്കുകൾ നിർബന്ധമായും എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കണം. അതിൻ്റെ ഭാഗമായി SC വിഭാഗത്തിന് സമ്പൂർണ്ണമായി വാട്ടർ ടാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ST വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് സമ്പൂർണ്ണമായി വാട്ടർ ടാങ്ക് വിതരണം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വൃദ്ധജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം 4 ഘട്ടങ്ങളിലായി 800 പേർക്ക് കട്ടിൽ വിതരണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷവും ഒരു കുടുംബത്തിന് 5 കോഴിക്കുഞ്ഞ് വീതം 1600 വീടുകളിൽ ഓരോ വർഷവും കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 160 കുടുംബങ്ങൾക്ക് അത്താണിയാകുന്ന രീതിയിൽ കഴിഞ്ഞ 3 വർഷമായും പോത്തുകുട്ടി വിതരണം നടത്തി വരികയാണ്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന വികസനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൃത്യതയോടുകൂടി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 260-ലധികം മത്സ്യക്കുളങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപേക്ഷ വെച്ച മുഴുവൻ പേർക്കും കാലിത്തൊഴുത്ത് നിർമ്മിച്ചു കൊടുക്കുക, ആട്ടിൻകൂട് നിർമ്മിച്ചു കൊടുക്കുക, കോഴിക്കോട് നിർമ്മിച്ചു കൊടുക്കുക, ഇതെല്ലാം പൂർത്തീകരിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. റോഡുകളുടെ നിർമ്മാണം എടുത്തു പറയേണ്ടതാണ്. MGNRES ഉൾപ്പെടുത്തി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 300ഓളം റോഡുകൾ പൂർത്തീകരിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ ചെറു ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമ പദ്ധതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഈ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തി 12 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ അടിസ്ഥാന വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട്, സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട്, ദാരിദ്ര്യ ലഘൂകരണം നടത്തുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ കൂടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാനുള്ളത്. ജനസാന്ദ്രതയിലുണ്ടാകുന്ന വർധനവ് ഉപയോഗശൂന്യമായ പാടശേഖരങ്ങളിൽ പുരയിടം എന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിന് ഇടമൊരുക്കുന്നുണ്ടെങ്കിലും തൊളിക്കോടിൻ്റെ തനിമ നിലനിർത്തുന്നതിൽ നിലവിലുള്ള ഭരണസമിതി ദീർഘവീക്ഷണത്തോടെയുള്ള കൃഷി പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടെ പരമ്പരാഗതമായി കറവ പശു വളർത്തൽ, ആടു വളർത്തൽ, കോഴി വളർത്തൽ എന്നിങ്ങനെ വിവിധങ്ങളായ ഉപജീവന രീതികൾ നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പനയ്ക്കോട്, പുളിച്ചാമല, തുരുത്തി എന്നിവിടങ്ങളിൽ ക്ഷീരസംഘങ്ങളുടെയും തൊളിക്കോട് ഊർജിത കന്നുകാലി വികസന ഉപകേന്ദ്രത്തെയും മലയടി മൃഗാശുപത്രിയെയും പ്രത്യേക ശ്രദ്ധയോടെ സജീവമാക്കാൻ പഞ്ചായത്ത് ജാഗ്രത കാട്ടുന്നുണ്ട്. ആകെ വിസ്തൃതിയുടെ 60% ചരിവ് പ്രദേശങ്ങളായതുകൊണ്ട് താഴ്വരകൾ പാടശേഖരങ്ങളായി നിലനിർത്തുന്നതിൽ തൊളിക്കോട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നമസ്കാരം, ഞാൻ തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോട്ടുമുഖ് അൻസർ. ഈ 5 വർഷക്കാലം ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. തൊളിക്കോട് ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തനം ആരംഭിച്ചു. മലയടി കുടുംബാരോഗ്യ കേന്ദ്രം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ പാലിയേറ്റീവ് കുടുംബ സംഗമം വളരെ നന്നായിട്ട് നടത്തി 1 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം വെച്ച് വർഷത്തിൽ 2 തവണ നമ്മൾ ഒരുമിച്ച് കൂട്ടി ഓണസമ്മാനവും അതേപോലെ ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. തൊളിക്കോട് ആയുർവേദ ആശുപത്രിയും മലയടി ആയുർവേദ ആശുപത്രിയും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. പനയ്ക്കോട് ഹോമിയോ ആശുപത്രി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അതും നന്നായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
നമ്മുടെ മണലയം മോഡേൺ LP സ്കൂൾ പുതിയ ബഹുനില മന്ദിരം ബഹുമാനപ്പെട്ട അരുവിക്കര MLA ജി സ്റ്റീഫൻ അവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ പറ്റി. വിവിധാനി ഗവൺമെന്റ് UPS 2 ടേൺ ആദ്യം 1ാം ഘട്ടം ശ്രീ ശബരിനാഥിന്റെ നേതൃത്വത്തിൽ 1ാം നില പൂർത്തിയാക്കുകയും 2ാം നില ബഹുമാനപ്പെട്ട MLA ശ്രീ സ്റ്റീഫൻ അവരുടെ നേതൃത്വത്തിൽ 2ാം നില പൂർത്തിയായി വരുന്നുണ്ട്. അതേപോലെ തന്നെ കടക്കാക്കുന്ന് LPS 2 നില വരുന്ന ബഹുനില മന്ദിരം സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷം കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ മികച്ച സേവനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് ഭംഗിയായിട്ട് ഈ ഭരണസമിതിയുടെ പിന്തുണയോടുകൂടി ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ വിജയം. ആദിവാസികൾ പ്രകൃതിയെ പോറ്റി വാഴുന്ന ഭൂപ്രദേശമായ ചിറ്റിപ്പാറ തൊളിക്കോടിന്റെ യശസ് ഉയർത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 1/2 കിലോമീറ്ററിന് മുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 800 മീറ്ററോളം പൊക്കമുള്ള പ്രകൃതിദത്തമായ പോറലൊന്നുമേൽക്കാത്ത പ്രകൃതി ദൃശ്യമാണ് ചിറ്റിപ്പാറ. ഈ ചിറ്റിപ്പാറയുടെ എതിർഭാഗത്തായി 150 ഏക്കർ അടുപ്പിച്ച് വിസ്തൃതിയുള്ള കൊടിതൂക്കിയ കുന്ന്, അതായത് പൂമരത്തുകുന്ന്, തൊളിക്കോട് പഞ്ചായത്തിന്റെ മാത്രം സവിശേഷതയാണ്. മലയോര ടൂറിസം രംഗത്ത് ചിറ്റിപ്പാറ ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. വെറും 14,000 രൂപയും നാമമാത്രമായ സൗകര്യങ്ങളുമായി വാടക കെട്ടിടത്തിൽ 1974 പ്രവർത്തനം ആരംഭിച്ച തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഊർജിത കർമ്മഫലമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും സാധാരണക്കാരുടെ ഉന്നതിയും ആരോഗ്യവും ലക്ഷ്യമാക്കി ഉണർന്നു പ്രവർത്തിക്കുന്നു. എല്ലാ അംഗൻവാടികൾക്കും ബാലവാടികൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവും നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇരുത്തല മൂലയിൽ പ്രവർത്തിക്കുന്ന മാതൃകാ അംഗൻവാടി. നമസ്കാരം, ഞാൻ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. എൻ്റെ പേര് അനു തോമസ്. ഭരണസമിതി അധികാരത്തിൽ കയറി ഈ കാലഘട്ടത്തിൽ ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 29 അംഗനവാടികളുണ്ട്. ആ അംഗനവാടികളെല്ലാം നവീകരിക്കുകയും കുട്ടികൾ കൂടുതലുള്ള അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം അവർക്ക് വേണ്ടിയുള്ള പോഷകാഹാര പദ്ധതികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഗർഭിണികൾക്കും കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കും വരുന്ന പ്രവർത്തനങ്ങൾ, എല്ലാ വർഷവും നമ്മൾ അംഗൻവാടി കുഞ്ഞുങ്ങളുടെ കലോത്സവം വളരെ വിപുലമായിട്ട് തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഈ കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ ചെയ്തു പോയി. ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവങ്ങൾ നമ്മൾ നടത്തി വരികയും അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ ISO സർട്ടിഫിക്കറ്റ് നേടിയ വലിയൊരു കുടുംബശ്രീ പ്രവർത്തനമാണ് നമ്മുടെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CDS വാർഷികം വളരെ ഗംഭീരമായിട്ടാണ്, വളരെ വലിയൊരു ഘോഷയാത്രയോടുകൂടി അതിമനോഹരമായൊരു ഗംഭീര പരിപാടിയായിട്ടാണ് CDS വാർഷികം ആസൂത്രണം ചെയ്യുകയും 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെ ഈ കഴിഞ്ഞ നാളുകളിലെ വയോജനങ്ങളെ ഉല്ലാസയാത്രകൾ കൊണ്ടുപോവുകയും വയോജന സംഗമങ്ങൾ നടത്തുകയും ചെയ്തു വന്നു. നമ്മുടെ പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും പെൻഷൻ അപേക്ഷ കൊടുത്തിട്ടുള്ള അർഹരായിട്ടുള്ള മുഴുവൻ പേർക്ക് നമ്മൾ പെൻഷൻ അനുവദിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ ചെറ്റച്ചൽ, വെള്ളനാട് ഉൾപ്പെടെ പ്രകൃതിയെ കരുതലോടെ ഒരുക്കിയ റോഡുകൾ, പാലങ്ങൾ, കമ്മ്യൂണിറ്റി ഹാളുകൾ, UIT കോളേജ്, ഇന്ത്യൻ ബാങ്ക് ശാഖ, ജില്ലാ സഹകരണ ബാങ്കിൻ്റെ കേരള ബാങ്ക് ഉൾപ്പെടെ നിരവധി സഹകരണ സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, അങ്ങനെ 22.37 ചതുരശ്ര കിലോമീറ്റർ, 7102 ഏക്കർ, 38 സെന്റ് വിസ്തൃതിയുള്ള തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ വിസ്തൃതിയുടെ 728 ഹെക്ടർ വനമേഖലയാണ്. ചൂളിയാമല ഫോറസ്റ്റ് റിസർവയർ ഉൾപ്പെട്ട വനഭൂമിയിൽ 16 പട്ടികവർഗ സെറ്റിൽമെന്റുകളും തൊളിക്കോട് പഞ്ചായത്തിലുണ്ട്. അർഹരായവർക്കെല്ലാം പാർപ്പിടവും ജീവന ഉപാധികളും നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ലൈഫ് മിഷനും
ആശുപത്രികളുടെ സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തിലെത്തിക്കാനുള്ള ആർദ്രം മിഷനും ഹരിതവൽക്കരണം ഉൾപ്പെടുന്ന പ്രകൃതി സംരക്ഷണം, ജലസ്രോതസ്സുകളുടെ പരിപാലനം, മാലിന്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യോൽപാദന വർധനവ് ഇതൊക്കെ ലക്ഷ്യമിടുന്ന ഹരിത കേരളം മിഷനും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനായുള്ള നവകേരള മിഷനും തുടങ്ങിയുള്ള ബൃഹത് പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ 13ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുവാൻ നമ്മുടെ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നു. എൻ്റെ പേര് ബി സുശീല. ഞാൻ തോളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. 7 റോഡോളം റീടാറും കോൺക്രീറ്റുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ലക്ഷം രൂപ മുടക്കി പോസ്റ്റ് ഇട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 അംഗനവാടികളിലും ഈ 5 വർഷം കൊണ്ട് ഉള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രാമസഭകളിൽ വരുന്ന ഗുണഭോക്താക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. കറവ പശുക്കൾക്ക് കാലിത്തീറ്റയും അതുപോലെ കന്നുകുട്ടി പരിപാലനം, പോത്തുക്കുട്ടി, അതുപോലെ ആട്, കോഴി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ഷീരസംഘത്തിൻ്റെ എല്ലാ ഗുണഭോക്താക്കളും കൊടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്ക് കട്ടിൽ അത് 3 പ്രാവശ്യമായിട്ട് ഏകദേശം 40 കട്ടിലോളം കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും വൈദ്യുതീകരണം എന്ന ലക്ഷ്യത്തോട് അടുക്കാൻ തൊളിക്കോടിൽ ഒറ്റപ്പെട്ട ചില വീടുകൾ കൂടി ബാക്കിയുണ്ട്. ചേന്നൻപാറയിൽ 33 kV സബ്സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നു. പഞ്ചായത്തിലെ ആകെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും വനിതകളാണ്. തുരുത്തി, ചെറുവക്കോണം, കണിയാംകോണം, ഉണ്ടപ്പാറ, തച്ചൻകോട് തുടങ്ങിയ ഇടങ്ങളിൽ പട്ടികവർഗ കോളനികൾ സ്ഥിതി ചെയ്യുന്നു. സാധാരണക്കാർ അധികമായുള്ള പഞ്ചായത്താണ് തൊളിക്കോട് ഗ്രാമം. പുള്ളിക്കോണം ക്ഷേത്രനട തോടിലെയും അരുവിക്കരമൂല തോടിലെയും പാറയിലൂടെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ചെറുകിട വൈദ്യുത പദ്ധതിക്ക് അനുയോജ്യമാണ്. അതുപോലെ തന്നെ സെറ്റിൽമെന്റുകളിലെ ഉറവകൾ കുടിവെള്ള പദ്ധതികൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. പരമ്പരാഗത ചികിത്സാ രംഗത്തും ആയുർവേദ രംഗത്തും അലോപ്പതി, ഹോമിയോപ്പതിക് മേഖലകളിലും തൊളിക്കോടിന് കാലക്രമേണ ഉണ്ടാകുന്ന വികാസം ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ. ഞങ്ങളുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഗ്രാമപഞ്ചായത്തിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണയായി ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡുകളാണ് പ്രധാനമായി വരിക. അതിനുവേണ്ടി MGNRESനെ, തൊഴിലുറപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള റോഡ് വികസന പദ്ധതികൾ ധാരാളമായി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി. ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലെല്ലാം വലിയ മാറ്റം 16 വാർഡുകളിലും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ഈ ഭരണസമിതി ചെയ്തത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ നമുക്ക് കൂട്ടായി ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ പരിശോധിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള എല്ലാ മേഖലകളിലും വലിയ മാറ്റം, സമൂലമായ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. നമ്മുടെ അംഗൻവാടികളെല്ലാം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സുകളായ നമ്മുടെ പൊതു കിണറുകൾ, പൊതുക്കുളങ്ങൾ ഇതെല്ലാം നവീകരിച്ച് നന്നാക്കി ഗ്രാമപഞ്ചായത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടം തന്നെയാണ്.
പുതിയൊരു ഓഫീസ് കെട്ടിടം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നിസ്തുലമായ സേവനം ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അരുവിക്കരുടെ MLA G. സ്റ്റീഫൻ അവറുകളുടെ നേതൃത്വത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലെ സ്കൂളുകൾ നവീകരിച്ച് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. തെരുവിളക്കുകൾ എല്ലാം ഏകദേശമുള്ള സ്ഥലങ്ങളിലും സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. അത് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളായ MLA-യുടെയും MP-യുടെയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി തന്നെ നമുക്കിത് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ മിനി മാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാടിന്റെ ഉന്നതിയുടെ സൂചകങ്ങളാണ് പഠന കേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി മുതൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേക ഊന്നൽ നൽകുന്നു. സ്ട്രെസ് കുട്ടികളുടെ പഠനത്തെയും അതുവഴി സ്വഭാവത്തെ തന്നെയും വികലമാക്കാതിരിക്കാൻ സർക്കാർ വിഭാവനം ചെയ്തതൊക്കെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് വർണ്ണക്കൂടാരങ്ങളുടെ നിർമ്മിതി. വനിതാ സംരംഭകത്വം എന്ന ആശയത്തിന്റെ ആവിഷ്കാരവും തൊളിക്കോടിന്റെ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് നടപ്പാക്കി വരുന്നു. %50 സ്ത്രീ സംവരണം, കുടുംബശ്രീ സാക്ഷരതാ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വനിതകളുടെ മുന്നേറ്റത്തിന് ചാലക ശക്തികളായി. അതുപോലെ വാർദ്ധക്യത്തിനൊരു കൈത്താങ്ങുപോലെ കിടപ്പുരോഗികൾക്കും ആശ്വാസമാകുന്ന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വകയിരുത്തി ഉപയോഗിക്കാൻ കഴിഞ്ഞതും നിശ്ചയദാർഢ്യത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങളെന്ന് തൊളിക്കോട് വിലയിരുത്തുന്നു. പുറമ്പോക്കിൽ ആശയറ്റ് അന്തി ഉറങ്ങിയവർക്ക് സ്ഥലവും വീടും നൽകാനും ലക്ഷം വീട്ടിൽ നിന്ന് ഒറ്റ വീടുകളിലേക്ക് നയിക്കാനും തൊഴിലുറപ്പിലൂടെ ആസ്തികൾ സൃഷ്ടിക്കുന്നത് വഴി സാധാരണക്കാരുടെ ജീവിത നിലവാരമുയർത്താനും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിന് സാധ്യമായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നിലവാരമുള്ള ജീവിതം, പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ പരിസ്ഥിതി പരിപാലനം, യാത്രാ സൗകര്യങ്ങളുടെ വ്യക്തമായ വർധനവ്, ആരോഗ്യ പരിപാലനത്തിലെ അതീവ ജാഗ്രത, അടിസ്ഥാന വിദ്യാഭ്യാസം മുതലുള്ള പഠന മേഖലയിലെ ശ്രദ്ധ, കുട്ടികളുടെയും സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും നിരീക്ഷണ പരിപാലന രൂപരേഖ നടപ്പാക്കൽ, ഇങ്ങനെ പൊതുസമൂഹത്തിന് മാതൃകയാക്കാവുന്ന അനവധി തുടർ പദ്ധതികളിലൂടെ മുന്നോട്ടു പോവുകയാണ് തൊളിക്കോട് എന്ന ഈ ഗ്രാമം. അതെ, പച്ചപ്പ് നൽകുന്ന സന്തോഷവും ആരോഗ്യവും തെളിനീര് നൽകുന്ന നീരുറവുകളും ചരിത്രം രേഖപ്പെടുത്തിക്കഴിഞ്ഞ ആരാധനാലയങ്ങളും പ്രകൃതിയുടെ ചിറ്റിപ്പാറയും മലയാള ഭൂപടത്തിൽ മാത്രമല്ല നാടാകെ ലോകമാകെ അടയാളപ്പെടുത്തുന്ന നല്ലിടമായിത്തീരുന്നു തൊളിക്കോട് എന്ന ഗ്രാമം.